ചാറ്റ് GPT-യിലും AI-യിലും വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ടും റീലുകൾ ഉണ്ടാക്കിക്കൊണ്ടുമൊക്കെ എൻ്റെ പൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ ജെമിനി അടക്കമുള്ള AI ആപ്പുകളെ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൂട്ടത്തോടെ കൊന്നതിൻ്റെ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇറാനിലെ ഒരു പ്രൈമറി സ്കൂൾ നോമ്പെടുത്ത് വിശപ്പിനെ പ്രാർത്ഥനയാക്കി ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കുകയായിരുന്നു കൊച്ചു വിദ്യാർത്ഥിനികൾ. അവർക്ക് മുകളിലേക്കാണ് ഇസ്രായേലിൻ്റെ മിസൈലുകൾ പതിച്ചത്. ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ കൊച്ചുകുട്ടികളുടെ പുസ്തകങ്ങളും ഉടുപ്പുകളുമെല്ലാം മാംസപിണ്ഡങ്ങൾക്കൊപ്പം ചിതറി. യുദ്ധത്തെക്കുറിച്ചും അധികാരത്തിൻ്റെ പൈശാചികമായ അനീതികളെക്കുറിച്ചും ഒന്നും പഠിക്കും മുമ്പേ ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത നോമ്പിൻ്റെ ഇടയിൽ അവരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു. യുദ്ധം ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര യുദ്ധതത്വങ്ങൾ പാലിക്കുക എന്നത് ലോക ചരിത്രത്തിലുടനീളം പാലിക്കപ്പെടുന്ന ഒന്നാണ്. അതിലൊന്നാണ് വിദ്യാലയങ്ങളെയും ആശുപത്രികളെയും ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നത്. എത്ര വലിയ യുദ്ധം നടത്തുമ്പോഴും സൈനികർ തങ്ങളുടെ മനുഷ്യത്വപരമായ ചിന്ത കൊണ്ടുകൂടി വിദ്യാലയങ്ങളെയും ആശുപത്രികളെയും ഒഴിവാക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളെയും. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യത്വ ചിന്ത കൂടി വേണ്ട ഇനി മുതൽ എന്ന തീരുമാനത്തോടെ നിർമ്മിത ബുദ്ധിയാൽ സെറ്റ് ചെയ്യപ്പെടുന്ന, നിർമ്മിത ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുന്ന മിസൈലുകളെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് ഇറാൻ്റെ ഏത് മേഖലയിലേക്കും, അത് ജനവാസ മേഖലയാകട്ടെ, ഈ യുദ്ധത്തിന് കാരണമായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളോ അതല്ലാത്തതോ ആവട്ടെ, സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള സ്ഥലങ്ങളാകട്ടെ, അതുമല്ലെങ്കിൽ രോഗികൾ കിടക്കുന്ന ആശുപത്രികളാകട്ടെ, യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതെ മിസൈലുകൾ തൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരമാണ് എന്നതാണ് അതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. യുദ്ധരംഗത്തു നിന്നും മനുഷ്യത്വത്തിൻ്റെ പരിപൂർണമായ പിൻവാങ്ങൽ എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. തെക്കൻ ഇറാനിലെ മിനാവ് നഗരത്തിലെ പെൺകുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന പ്രൈമറി സ്കൂളിന് നേരെ ഇസ്രായേൽ മിസൈൽ തൊടുത്തുവിട്ടത് AI അധിഷ്ഠിത മിസൈലുകൾ ആണ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ക്രൗര്യത്തിൻ്റെ ആഴം അറിയണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പകരം AIക്ക് പകരം ഇസ്രായേൽ സൈനികരാണ് അത് അവരുടെ ബൗദ്ധികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ടും വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടും ചെയ്തിരുന്നതെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ 99.99% കഴിഞ്ഞുള്ള അവസാന മാത്രയിലെങ്കിലും ആ തീരുമാനം മാറ്റിയേനെ. മിനാബിലേക്ക്, അവിടുത്തെ സ്കൂളിലേക്ക് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് മുകളിലേക്ക് മിസൈലുകൾ പതിപ്പിക്കുന്നതിന് മുൻപ് തങ്ങളുടെ മകളുടെയോ മകൻ്റെയോ മുഖം ഓർമ്മയിൽ തെളിഞ്ഞ് ആ മിസൈലുകളെ ചുരുങ്ങിയ പക്ഷം മറ്റേതെങ്കിലും ജനവാസ മേഖലയിലേക്ക് മാറ്റിയേനെ. അങ്ങനെ മാറ്റരുത്, ഒരു തരത്തിലുള്ള മാനവികതയും വേണ്ട എന്നതാണ് യുദ്ധമുഖങ്ങളിലെ ഈ AI നിഷ്ഠൂരത എന്ന് പറയുന്നത്. ഈ AI ഭീകരതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ മിനാബിലെ ആ പ്രൈമറി സ്കൂളിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ എണ്ണം 51 കടന്നിരിക്കുകയാണ്. ഇനിയും അത് ഉയർന്നേക്കും. ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ആ സ്കൂളിൽ 170-ലേറെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഓർക്കുക, ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് അവരുടെ മനുഷ്യത്വത്തിൻ്റെ ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ അവരുടെ സൈനികരിൽ മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുപോലും പ്രവർത്തിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിക്കൊണ്ട് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ പരിപൂർണമായും ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. ഗസയിലടക്കം പശ്ചിമേഷ്യയിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് കുട്ടികളായിരുന്നു, തൊട്ടുപിറകെ സ്ത്രീകളും എന്നുള്ളത്. അതുകൊണ്ട് കുട്ടികളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ കാര്യമല്ല. അതിൽ മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇനി എവിടെയെങ്കിലും മനുഷ്യത്വത്തിൻ്റെ പ്രശ്നം ആരിലെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുപോലും പാടില്ല എന്നതാണ് AI ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകളെ അയക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ വിവേചനത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ക്രൗര്യത്തിൻ്റെ സെറ്റ് ചെയ്യൽ വച്ചിരിക്കുന്നത്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇറാൻ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തോളം തന്നെ ഭീകരമായ ഈ ആക്രമണ പ്രത്യാക്രമണ പരമ്പരകൾക്ക് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കലല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ആണവ നിർവ്യാപന കരാറുമായി ഇറാൻ സഹകരിക്കണമോ വേണ്ടയോ എന്നതൊക്കെ മറ്റ് വിഷയങ്ങളാണ്. പക്ഷേ മധ്യപൂർവ്വ ദേശം ഇനി കാണാൻ പോകുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിക്കൊണ്ടുള്ള പ്രതികാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള യുദ്ധമായിരിക്കുമോ എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട്. പശ്ചിമേഷ്യയിൽ ഗസയിലൊക്കെ അത് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു തലമുറ, ആ ഒരു വംശം ഇനി ഈ ഭൂമുഖത്തുണ്ടാവരുത്. ഏറ്റവും അധികം ലക്ഷ്യമാക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എന്തായാലും ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല, തോൽക്കുന്നില്ല. പകരം എല്ലാ യുദ്ധത്തിലും തോൽക്കുന്നത് സ്ത്രീകളാണ്, എല്ലാ യുദ്ധത്തിലും തോൽക്കുന്നത് കുഞ്ഞുങ്ങളാണ്. പുരുഷന്മാരുടേതാണ് യുദ്ധം, പുരുഷന്മാരുണ്ടാക്കുന്നതാണ് യുദ്ധം. ഇരകളാകുന്നത് സ്ത്രീകളും. കൊല്ലപ്പെടുന്നതും അംഗഭംഗം വരുന്നതും ബലാത്സംഗം ചെയ്യപ്പെടുന്നതും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ലോകം ഇതുവരെ കണ്ട എല്ലാ യുദ്ധങ്ങളുടെയും ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇറാനിലെ മിനാബിൽ നമ്മുടെ കൊച്ചു പെൺകുഞ്ഞുങ്ങളെ അവർ കൊന്നെങ്കിൽ അവരുടെ പ്രസവ വാർഡിലേക്ക് നമ്മൾ ബോംബിടണം എന്നുള്ള രീതിയിലുള്ള പ്രതികാര ബുദ്ധി വരാതിരിക്കട്ടെ. നമ്മളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോമ്പെടുത്ത സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് മിസൈലുകളുടെ ആക്രമണം ഉണ്ടാക്കിയെങ്കിൽ, അവരെ കൊലപ്പെടുത്തിയെങ്കിൽ, അവരുടെ മാംസപിണ്ഡങ്ങൾക്കൊപ്പം അവരുടെ പഠന പുസ്തകങ്ങളും അവരുടെ കൊച്ചുടുപ്പുകളും ചിതറിത്തെറിച്ചുവെങ്കിൽ അതിന് പ്രതികാരം ചെയ്യേണ്ടത് അയൽ രാജ്യത്തിൻ്റെ, എതിർ രാജ്യത്തിൻ്റെ, ശത്രു രാജ്യത്തിൻ്റെ സ്ത്രീകളുടെ ശരീരങ്ങളിലാണ്, അവരുടെ കുട്ടികളിലാണ്, അല്ലെങ്കിൽ ഗർഭിണികളുടെ വയറുകളിലാണ് എന്നുള്ള പുരുഷാധിപത്യ മനോഭാവം ഇരുപക്ഷങ്ങളിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശിക്കൽ മാത്രമാണ് ഈ നിമിഷങ്ങളിൽ സാധിക്കുക. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവെറി കുഞ്ഞുങ്ങളുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അസ്തമിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടി വരുന്നു. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമ്മൾക്ക് തരുന്നുവെന്നും തന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഇനി തരാൻ പോകുന്നുവെന്നും നാം കരുതുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അപ്പുറമായ ഭീകരതയാണ് നമ്മുടെ ശിരസ്സുകൾക്ക് മുകളിൽ അതേ AI ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് മാത്രം ഓർത്തുകൊണ്ട് നമുക്ക് ഷെൽട്ടറുകളിലേക്ക് മടങ്ങാം. പേടിയോടെ. നന്ദി.